ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ പറമ്പിലാണ് കേട്ടോ. അതെ, നമ്മുടെ പറമ്പിൻ്റെ ഒരു അവസ്ഥ നോക്കി, ഒരു കാലാവസ്ഥ നോക്കിക്കേ. ഇപ്പോൾ ഏകദേശം സമയം 5:15 ഇവിടെ നല്ല ഉഗ്രൻ മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. മഴത്തുള്ളികളൊക്കെ വീണിട്ട് ആകെപ്പാട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചീരകൾ നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നിന്നതിനകത്തൊക്കെ വെള്ളം കയറും. എന്നോട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചീര ചോദിച്ചിരുന്നു. അപ്പോൾ ഒരാൾക്ക് കൊടുത്ത അടുത്താൾക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഒരു കസിൻ നമ്മളോട് കുറച്ച് ചോദിച്ചു. അപ്പോൾ അവരല്ലേ നമ്മൾ അടുത്തേക്കുന്നത്, ആരാദ്യം വരുന്നു അവർക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചീര ഞങ്ങൾ പറിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനല്ല പറിക്കുന്നത് കേട്ടോ, മമ്മിയാണ് ചീര പറിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഉള്ള ഒരു ചീര നമ്മൾ മാക്സിമം പറിച്ചെടുക്കാൻ പോകണം. നമുക്കതിനിടയിലൊക്കെ വാഴയൊക്കെ ഇങ്ങനെ നിന്നിട്ട് ചീരയൊന്നും ഇപ്പോൾ കാണാറ്. ഇതേ ഇടി പൊട്ടുന്ന കേൾക്കുന്നുണ്ടോ? കണ്ടോ നല്ല ഇടിയൊക്കെ പൊട്ടി നല്ല സെറ്റായിട്ട് കിടക്കും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഇതേ നോക്കിക്കേ, കണ്ടോ വാഴയൊക്കെ പെയ്ത് നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ടോ? അപ്പോൾ ചീര ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചീരയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. വെണ്ടയ്ക്കൊക്കെ കുറേ നിപ്പുണ്ട് കേട്ടോ, വെണ്ടയ്ക്കൊക്കെ കുറേ നിപ്പുണ്ട്. പാവയ്ക്കകൾ നിപ്പുണ്ട്. പാവയ്ക്ക നമ്മൾ ഇത് കുത്തിയിട്ടിരുന്നത്, പേപ്പർ കുത്തിയിട്ടിരുന്നതൊക്കെ നനഞ്ഞ് കുതിർന്ന് അവിയൽ പരുവായി നിപ്പുണ്ട്. ചീരയുടെ പ്രോസസ്സിങ് നമുക്ക് ചെയ്യാം. പാവയ്ക്കൊക്കെ വിളഞ്ഞ് ഇപ്പോണ്ട്. ഇപ്പം നമ്മൾ എന്തായാലും പറിക്കുന്നില്ല. പാവയ്ക്കൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തായാലും അത് പറിക്കുന്നില്ലേ. കാരണം എന്ന് വെച്ചാൽ നമുക്കിതിട്ടിട്ടൊരു കറി, നമുക്കൊരു പരീക്ഷണം നടത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പാവയ്ക്ക വേണം. അപ്പോൾ അതേ കണ്ടില്ലേ, പാവയ്ക്കൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട്. ദാണ്ട നിൽക്കുന്ന ഒരാൾ അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. അപ്പോൾ പാവയ്ക്കൊക്കെ ഏകദേശം നമുക്ക് കുറേ നിൽക്കുന്നു. നമ്മുടെ മുളകുകളെല്ലാം ദേ കുരുടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണെന്ന് അറിയാൻ വയ്യ. നാളെ നമുക്കിതിനുള്ള മരുന്ന് വാങ്ങിക്കണം കേട്ടോ. അതിനകത്ത് പച്ചമുളകൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഇലകളൊക്കെ അത്യാവശ്യം മുരടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നോ ഐഡിയ എന്താണെന്ന്. പിന്നെ ഈ പച്ചമുളകിന് കുഴപ്പമില്ല, ഇതിനകത്ത് പച്ചമുളക് കൊണ്ട് അതിൻ്റെ ഇലയ്ക്കൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ദേ നമ്മുടെ തറയെ തന്നെ ഇങ്ങനെ വളർന്നു പോയി. അതിനകത്തൊക്കെ പയറൊക്കെ നിൽപ്പുണ്ട്. നമുക്കതൊക്കെ കയറ്റി വിടണം, വള്ളികളൊക്കെ കെട്ടി കയറ്റി വിടണം. പക്ഷേ മഴ കാരണം ചെയ്യാൻ പറ്റിയില്ല. അതുമല്ല നമുക്കിപ്പോൾ സമയം തീരെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നാളെയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, നമ്മൾ ബിസി ഒന്നും കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കണം, അതൊക്കെ ഒന്ന് കെട്ടിയൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ അതേ വെണ്ടയ്ക്കകൾ കുറേ നിൽപ്പുണ്ട്, നമ്മൾ അതും കൂടെ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. അമരയ്ക്ക ഉണ്ടല്ലേ, അമരയ്ക്ക നിൽക്കുന്നു, അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഓക്കെ, കമോൺ. നല്ല കൊല്ലിയാൻ മിന്നുന്നുണ്ട് കേട്ടോ, എന്തായിരിക്കും അവസ്ഥയെന്ന് ഒരു പിടിയുമില്ല. മഴ പെയ്ത് വെള്ളമൊക്കെ ആയി കിടക്കുന്നത് കണ്ടോ നമ്മുടെ ചാലിലൂടെ. ചീര കുറേ പറിച്ചു, ഇനി ചീര നിൽക്കുന്ന ആവശ്യത്തിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്നവർക്ക് നമ്മൾ ചീര കൊടുക്കുന്നതായിരിക്കും. നമ്മളോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വരാട്ടോ. ആദ്യം ആര് വരും നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അമരയ്ക്കപ്പയർ ഇരിക്കുന്നുണ്ടോ? ഇതെല്ലാം അമരയ്ക്കയാണ്. അമരയ്ക്ക നമ്മൾ കെട്ടി വെച്ചത്, എന്നിട്ടും വെയിറ്റ് കാരണം ആശാൻ നിലം പൊത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ പിടിച്ച് കെട്ടണം. അല്ലേ, അമരയ്ക്ക എല്ലാം ഉണ്ട്. നമ്മുടെ വെള്ളരിക്ക ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഒരെണ്ണം ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമ്മുടെ പച്ചക്കറികളൊക്കെ പറിച്ച് കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയൊരു പരിപാടിയും കൂടെ തുടങ്ങാൻ പോകട്ടോ, കൂൺ കൃഷിയും കൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത് കൂണ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ വിത്ത്. അപ്പോൾ നമ്മൾ അതും കൂടെ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. സക്സസ് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ പറിച്ചെടുത്ത് നമ്മളിപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് പറിച്ചെടുക്കാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാവേ. അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും ചീരയും കുറച്ച് വെണ്ടയ്ക്കയും പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.